Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലത്ത് 19-ന് എത്തിച്ചേരുന്ന ആശാസമരയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരണ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ സമരയാത്രയെ സ്വീകരിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. മെയ് 19-ന് ഒറ്റപ്പാലത്ത് എത്തിച്ചേരുന്ന ആശാസമരയാത്രയ്ക്ക് ഒറ്റപ്പാലം പൗരാവലിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സ്വീകരണ കമ്മിറ്റി രൂപീകരണ യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. സ്വീകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരയാത്ര സ്വീകരിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. സ്വീകരണ കമ്മിറ്റി രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ, പി വി ഹംസ, കൺവീനർമാരായ തോമസ് ജേക്കബ്, ജോയിന്റ് കൺവീനർ ജോസ് കെ ജോഷ്, കോറ പ്രസിഡന്റ് ഭാസ്കരൻ, വാസുദേവൻ ചുള്ളിക്കോട്, ടി സെയ്തൽവി, ഭഗീരഥൻ, ധനലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. സമരയാത്രയ്ക്ക് മുന്നോടിയായി കലാജാഥയും ഉണ്ടാകുമെന്ന് പൗരാവലി സ്വീകരണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അതുപോലെ തന്നെ അലവൻസും എത്ര കൊടുത്താലും മതിയാവില്ല. PSC മെമ്പർമാർക്ക് എത്ര കൂട്ടി കൊടുത്താലും മതിയാവില്ല. തൊഴുത്ത് നോക്കുന്ന പശുവിനെ നോക്കുന്ന ആളുകൾക്ക് എത്ര കൂട്ടി കൊടുത്താലും മതിയാവില്ല. കോവിഡ് കാലത്ത് അവരുടെ ജീവൻ പോലും പണയം വെച്ച് പണിയെടുത്ത ആശാവർക്കന്മാർക്ക് ഒരു 10 രൂപ കൂട്ടി കൊടുക്കാൻ അത് സാധ്യമല്ല. മാത്രമല്ല, മൂക്കിൻ്റെ താഴെ സമരം ചെയ്യുന്നവരെന്നവരൊന്ന് പോയി നോക്കി കാണാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ധാർഷ്ട്യമുള്ള ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഇതൊരു ജനാധിപത്യ സംസ്ഥാനമല്ലത്. രാജാവാണ് അദ്ദേഹം. ജനങ്ങളുടെ തെരഞ്ഞെടുത്ത് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ. അങ്ങനെ സ്വന്തം പൗരന്മാരെ പണ്ട് കാലത്ത് പ്രജയായിരുന്നു, രാജാവും പ്രജയായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും പൗരന്മാരും. അങ്ങനെ പൗരന്മാർ അവിടെ പട്ടിണി കിടന്ന് ആശാവർക്കന്മാർ സമരം ചെയ്യുമ്പോൾ അവരോട് കണ്ട് ഒന്നുകിലും പറയാം, ഇതൊക്കെ തൽക്കാലം കാശില്ല, കാശ് വരുമ്പോൾ പരിഗണിക്കാമെന്ന് പറയുന്നതിന് പകരം ഇത് സ്പോൺസേഡ് സമരമാണ്.